രാജ്യത്ത് ദേശീയപാതകളുടെ പണി വളരെ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത 66-ന്റെ 6-വരിപ്പാതയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാനാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ മാത്രമേ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ എക്സ്പ്രസ് ഹൈവേകളിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. എന്നാൽ കേരളത്തിൽ ബൈപ്പാസുകളിൽ ഉൾപ്പെടെ പല സ്ഥലത്തും സർവീസ് റോഡില്ല. അത്തരം സ്ഥലങ്ങളിൽ പഴയ റോഡ് വഴി പോയി വീണ്ടും സർവീസ് റോഡിലേക്ക് കടക്കണം. എന്നാൽ പാലങ്ങളിൽ സർവീസ് റോഡില്ല. അതിനാൽ ഇവിടെ ഇരുചക്ര വാഹനങ്ങളെയും അനുവദിക്കാൻ ധാരണയായിട്ടുണ്ട്. 60 മീറ്ററിലെ 6-വരിപ്പാത 45 മീറ്ററിലേക്ക് ചുരുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞെരുങ്ങുന്നത് സർവീസ് റോഡാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വേഗം കുറഞ്ഞ വണ്ടികൾ 6-വരിപ്പാതയിലെ ഏറ്റവും ഇടതുവശത്തെ ലൈനിലൂടെ അനുവദിക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിലുണ്ട്. പുതിയ രീതികളാണ് ഇനി വരാൻ പോകുന്നത്. സർവീസ് റോഡിൽ ബസ് ബേ ഇല്ല. ബസ് ഷെൽട്ടർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. സർവീസ് റോഡുകളിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കും. സ്ലാബിട്ട ഓടുചാൽ റോഡായി ഉപയോഗിക്കാനും സാധിക്കും. സർവീസ് റോഡിൽ പ്രത്യേക ബൈക്ക് ബേ ഇല്ല. കൂടാതെ അടിപ്പാതകളിൽ സൈക്കിൾ വഴിയില്ല. സർവീസ് റോഡിൽ നിന്ന് 6-വരി പാതയിലേക്ക് കയറാനും ഇറങ്ങാനും വെവ്വേറെ വഴികളാണ് ഉള്ളത്. ഒരേ സ്ഥലത്ത് രണ്ടും ഉണ്ടാകുകയുമില്ല. ഈ റോഡിന് 24 മീറ്റർ ആണ് വീതി ഉണ്ടാകുക. പുതിയ ഹൈവേയുടെ പണി കഴിഞ്ഞാൽ പല തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്.